ഈ വാരിഗേറ്റഡ് ചെമ്പരത്തിയുടെ ഇലകളിൽ എന്ത് വൈവിധ്യമാണെന്ന് നോക്കൂ. മേലെയുള്ള ഇലകളൊക്കെ ഏകദേശം മുഴുവൻ പച്ചയാണ്. ഇടയ്ക്കൊരു ചെറിയ വെള്ളപ്പൊട്ട് മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് ഇലകളിലും അങ്ങനെ തന്നെ. ഇത് നല്ല കടും പച്ച ഇല. അതേസമയത്ത് ഈ ഇലകളൊക്കെ മുഴുവൻ വാരിഗേഷനാണ്, കുറേ വെള്ളയും കുറേ പച്ചയും. അപ്പോൾ ഇതെന്തൊരു വ്യത്യാസമാണ് അത് ഈ വാരിഗേഷനിൽ ഒരേ ചെടിയിൽ തന്നെ. അപ്പോൾ ഈ ഇടയെ ഞാൻ വാരിഗേഷനെ പറ്റി കുറച്ചുകൂടെ വായിക്കാനിടയായി. അപ്പോൾ അതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എന്തിനാണ് ഈ ചെടി വാരിഗേഷൻ ഉണ്ടാക്കുന്നതെന്നായിരുന്നു. അത് വളരെ രസകരമായി തോന്നി. അതായത് ഈ വാരിഗേഷൻ ഉള്ളപ്പോൾ ചിത്രകീടങ്ങളുടെ ആക്രമണം കുറയുമെന്നൊരു ചിന്തയുണ്ട് അത്രേ. എന്ന് വെച്ചാൽ ചിത്രകീടങ്ങൾ ഇലകളുടെ പച്ചഭാഗം തിന്നു തീർത്ത് കുറേ വരകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം ജീവികളാണ്. അപ്പോൾ വാരിഗേഷൻ കണ്ടാൽ ചിത്രകീടങ്ങൾ കരുതത്രേ ആ ഇല വേറൊരു ചിത്രകീടത്തിൻ്റെ ആക്രമണത്തിൽപ്പെട്ട ഇലയാണ്, അപ്പോൾ അത് തൊടാൻ പോണ്ട, ആ ഇലയിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നതാണ് ഒരു തിയറി പറയുന്നത് കേട്ടത്. ശരിയാണോ എന്നും എനിക്കറിയില്ല.